ലോകം മുഴുവനും ഉയർത്തിയ മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ സ്ഥാപിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെല്ലാം രചിക്കപ്പെട്ടത് എന്നും രാവിലെ നിർമാല്യം തൊഴുത് അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഗരുഡൻ തൂലിക ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ പൂജിച്ചെടുത്ത തൂലിക കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെല്ലാം എഴുതപ്പെട്ടതെന്ന് അദ്ദേഹം തന്നെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ ചരിത്ര വസ്തുതകളും അതുപോലെ തന്നെ പൗരാണിക മഹിമയും നമ്മയെല്ലാം ഓരുത്തെരിപ്പിക്കുന്ന ഐതിഹ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അറിഞ്ഞ് ഉപാസിക്കുന്നവർക്ക് ആവശ്യപ്പെടുന്ന വരദാനങ്ങളെല്ലാം നൽകുന്ന ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ വാർഷിക മഹോത്സവങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒന്നാണ് തൈപ്പൂയ മഹോത്സവം. തൈപ്പൂയ മഹോത്സവത്തിൽ ഇന്നിവിടെ കാവടികളിൽ കൊണ്ടുവരുന്ന എല്ലാ അഭിഷേക ദ്രവ്യങ്ങളും ഇന്ന് മധ്യാഹ്നത്തിന് ശേഷം നടക്കുന്ന ദീർഘമായ അഭിഷേകത്തിന് ഇവിടെ അത് ഉപയോഗിക്കുന്നു. ഒപ്പം നമ്മൾ ഗൗരി ശങ്കര ചൈതന്യങ്ങളുടെ സമ്മിളിത ഭൂമിയായ ഗൗരീശപട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കളഭവും ഇന്ന് അഭിഷേകം ചെയ്യപ്പെടും. ആ അഭിഷേകം ചെയ്യപ്പെടുന്നതോടുകൂടിയാണ് ഇന്നത്തെ തൈപ്പൂയ മഹോത്സവം സമ്പൂർണ്ണമാകുന്നത്. ഏറ്റവും ആദ്യത്തെ അഭിഷേകമാണ് അഗ്നി അഭിഷേകം. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് അറിയിക്കാനുള്ളത്. അഗ്നികാവടി ഭക്തന്മാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഗോപുര നടയിൽ എത്തിക്കഴിഞ്ഞു. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അഗ്നികാവടി പ്രദക്ഷിണം പൂർത്തിയാകുന്നതാണ്. പ്രത്യേക അറിയിപ്പ്, ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മമാർക്കും സഹോദരിമാർക്കും മറ്റുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥ്യം നേരിടുകയാണെങ്കിൽ മുൻ വർഷങ്ങളെ പോലെ ഈ കൊല്ലവും കൃപാലയം ഓൾഡ് ഏജ് ഹോമിന്റെ നേതൃത്വത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് ക്ഷേത്രം സ്റ്റേജിന്റെ വശത്ത് പ്രവർത്തിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ആൻഡ് ആംബുലൻസ് സർവീസിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് എല്ലാ വർഷവും ചെയ്യുന്നത് മാതിരി കൃപാലയം ഓൾഡ് ഏജ് ഹോമിന്റെ മാനേജർ ശ്രീ അനിൽ തോമസിന്റെ ഉത്സവ സംഭാവനയായിട്ടാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. മേജർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ നാമധേയത്തിൽ എല്ലാ വർഷവും തൈപ്പൂയ മഹോത്സവത്തിന് പ്രഥമ ശുശ്രൂഷയും ആംബുലൻസ് സർവീസും കൃപാലയം ഓൾഡ് ഏജ് ഹോം രജിസ്റ്റർ നമ്പർ 2082-2013 ഡോക്ടേഴ്സ് ഗാർഡൻസ് ഉള്ളൂർ മെഡിക്കൽ കോളേജ് PO അത് നൽകുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉള്ളൂർ ഗ്രൂപ്പിന് അകൈതവമായ നന്ദി കടപ്പാടുണ്ട്. ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാങ്കണം ഭക്തജന ബാഹുല്യം കൊണ്ട് ഭക്തി പ്രദർശനത്തിൽ ത്രസിച്ചു നിൽക്കുകയാണ്. വർഷത്തിലൊരിക്കൽ മാത്രം നമ്മുടെ എല്ലാം കണ്ണുകൾക്ക് കർപ്പൂരമായി, കാതുകൾക്ക് സുഷമയായി അനുഗ്രഹിച്ചരുളുന്ന ഈ ദിവ്യ നിമിഷങ്ങൾ സ്വായത്തമാക്കുന്നതിലേക്കായി എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. കഴിഞ്ഞ വർഷം നറുക്കെടുപ്പിലൂടെ അഗ്നികാവടി വിളയാട്ടം നടത്താൻ ഭാഗ്യം സിദ്ധിച്ച നമ്മുടെ പ്രിയങ്കരനായ ഉള്ളൂർ മുരുകഭക്തൻ വിഷ്ണു എസ് ശിവൻ അയച്ചു തന്നൊരു കുറിപ്പ് ഈ നിമിഷം ഒരിക്കൽ കൂടി ഇവിടെ അവതരിപ്പിക്കുന്നതിന് സാങ്കത്യം ഉണ്ടെന്ന് കരുതുന്നതിനാൽ അത് ഇവിടെ പറയുകയാണ്. മകരസംക്രമവും മകരവിളക്കും കഴിഞ്ഞ് ശാസ്താ സഹോദരനായ ഉള്ളൂരപ്പൻ വാഴും ഉള്ളൂർ മണ്ണിലേക്ക് കുളിർതെന്നൽ ഒഴുകി എത്തുകയാണ്.
മകരസംക്രമവും മകരവിളക്കും കഴിഞ്ഞ് ശാസ്താ സഹോദരനായ ഉള്ളൂരപ്പൻ വാഴും ഉള്ളൂർ മണ്ണിലേക്ക് കുളിർ തന്നെ ഒഴുകിയെത്തുകയാണ്. മകരമാസത്തിൽ കിഴക്കേ ചക്രവാളത്തിൽ പൂയം നക്ഷത്രം ഉദിച്ചുയരുമ്പോൾ ഗൗരീശ സന്നിധിയിൽ നിന്നും കളഭമേന്തിയ ഗജവീരന്റെയും ക്ഷീരകുംഭം ശിരസിൽ വഹിച്ചുകൊണ്ട് വരുന്ന ബാലികാ ബാലന്മാരുടെയും കാവടി തോളിലേന്തിയ ആയിരക്കണക്കിന് കാവടി ഭക്തന്മാരുടെയും അകമ്പടിയോടെ ഉള്ളൂർ മഹാകാവടി ഘോഷയാത്ര ഇതാ ഉള്ളൂർ ശ്രീബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ സമ്പൂർണ്ണമാകാൻ പോകുന്നു. ഉള്ളൂരിന്റെ മണ്ണിൽ ഉള്ളൂരപ്പന്റെ സന്നിധിയിൽ തന്ത്രമന്ത്ര വിധിപ്രകാരം തയ്യാറാക്കുന്ന അഗ്നികുണ്ഡത്തിൽ അഗ്നികാവടി വിളയാട്ടം നടത്താൻ ഇക്കഴിഞ്ഞ ധനുമാസം 1-ാം തീയതി 100-ൽ പരം അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുത്ത ഭഗവാന്റെ മാനസപുത്രന്മാരായ അനന്തു, അജയ്, അരുൺ കൃഷ്ണ ഇവരാണ് ഇന്നത്തെ അഗ്നികാവടി ഭക്തന്മാർ. അരുൺ കൃഷ്ണ, അജയ്, അനന്തു എടുത്ത ആറ്റുനോറ്റ് വ്രതമെടുത്ത വ്രതത്തിന്റെ ശക്തിയിലും ശുദ്ധിയിലും ഭഗവാനോടൊപ്പം നിർമാല്യം മുതൽ അത്താഴ പൂജ വരെ മനസ്സും ശരീരവും അർപ്പിച്ച് ഉള്ളൂർ ശ്രീബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യും പിടിച്ച് അഗ്നിയിൽ ആനന്ദ നൃത്തം ചവിട്ടാൻ ഇതാ വരുന്നു അനന്തുവും അതുപോലെ തന്നെ അനൂപും അജയും. പഞ്ചാഗ്നി മധ്യത്തിൽ അഗ്നി സംഭവന് അഗ്നി നിവേദ്യം സമർപ്പിക്കാൻ അവർ ഇതാ വരികയാണ്. അഗ്നിനാളങ്ങൾ ആകാശം തേടിപ്പായുമ്പോൾ കൊടിമര ചുവട്ടിൽ നമസ്കാരം ചെയ്ത് ഉള്ളൂർ ശ്രീബാലസുബ്രഹ്മണ്യ സ്വാമിയോടൊപ്പം അഗ്നിയിൽ ആനന്ദ നൃത്തം ചവിട്ടാൻ അവർ വരികയാണ്. ഹരഹരോഹര വിളികളോടെ, ഹരഹരോഹര വിളികളോടെ നമുക്ക് അവരെ എതിരേൽക്കാം. നമുക്ക് അവരുടെ ആനന്ദ നൃത്തത്തിന് പ്രോത്സാഹനങ്ങൾ നൽകാം. നമുക്ക് അവരുടെ ഈ വ്രത അനുഷ്ഠാനത്തിന്റെ വിജയകരമായ സമംഗളകരമായ പരിസമാപ്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെ ഒരേ മനസ്സോടുകൂടി എതിരേൽക്കാം. ഭഗവാന്റെ കയ്യിൽ പിടിച്ച് ഭഗവാനോടൊപ്പം അവർ അഗ്നിക്കാവടി വിളയാട്ടം നടത്തട്ടെ. അവർ അഗ്നി സംഭവന് അഗ്നി വിളയാട്ടം എന്ന് പറയുന്ന മഹത്തായ വഴിപാട് സമ്പൂർണ്ണമാകട്ടെ. നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ആനന്ദ നടനമാടാൻ ഭഗവാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഹരഹരോ ഹരഹര ഉള്ളൂരപ്പനുക്ക് ഹരഹരോഹര, കാവടി അഭിഷേക പ്രിയനുക്ക് ഹരഹരോഹര, അഗ്നി അഭിഷേക പ്രിയന് ഹരഹരോഹര. എഴുത്ത് വിഷ്ണു എസ് ശിവൻ, ഉള്ളൂർ. സ്ത്രീകൾ, അമ്മമാർ, സഹോദരിമാർ ഉൾപ്പെടുന്ന എല്ലാ സ്ത്രീകളും എല്ലാ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരവരുടെ ആഭരണങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആഭരണങ്ങൾ സൂക്ഷിക്കുക. ഈ ഭക്തിപ്രകർഷത്തിൽ ഒരു നിമിഷം നമ്മൾ സ്വയം മറന്നുപോകാം. ആ നിമിഷത്തിൽ ഒരു മറവിയുമില്ലാതെ ജാഗരൂകരായിട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് പരിശീലനം ശ്രദ്ധിച്ച നമ്മുടെ തൊട്ടടുത്ത് ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, അടുത്ത് നിൽക്കുന്നവരാണ്, പക്ഷെ നമുക്ക് അപരിചിതരാണവർ. അവര് മുൻ വർഷങ്ങളിലെ അനുഭവം വെച്ചാണ് പറയുന്നത്. സ്വർണ്ണമാലകൾ, അതുപോലെ കുഞ്ഞുങ്ങളുടെ തള, വള, കമ്മല് ഇതൊക്കെ സൂക്ഷിക്കുക. വീണ്ടും വീണ്ടും പറയുകയാണ്. എന്തെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടാവുകയാണെങ്കിൽ ക്ഷേത്രത്തിന്റെ സ്റ്റേജിന് ഇടതുവശം വരിക. ഇവിടെ കൃപാലയം ഓൾഡ് ഏജ് ഹോമിന്റെ ഫസ്റ്റ് എയ്ഡ്, അതായത് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും പറയുകയാണ്, ഈ അഗ്നികുണ്ഡത്തിന്റെ ആ ബാരിക്കേഡിൽ ബലം പ്രയോഗിച്ച് നീക്കരുത്, കൈമാറ്റൂ, അവിടെ ഇരിക്കൂ. കനലുകൾ തെറിക്കാൻ സാധ്യത കൊണ്ട് അവര്, അതുപോലെ സ്റ്റേജിലുള്ളവർ ഇരിക്കൂ. പിറകെ ഒരുപാട് പേര് ഇരിക്കുകയാണേ. നിങ്ങളെ പിറകെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. അജയും അനന്തവും തങ്ങളുടെ ആറ്റുനോറ്റ് 3 മാസത്തോളമുള്ള വ്രതത്തിന്റെ പരിസമാപ്തിയായി അഗ്നി വിളയാട്ടം നടത്താൻ ഇവിടെ അഗ്നികുണ്ഡത്തിന് സമീപമെത്തുമ്പോൾ അഗ്നികുണ്ഡമൊരുക്കിയ
നമ്മുടെ പ്രിയപ്പെട്ട അഗ്നി കുണ്ടം സജ്ജമാക്കിയ ശ്രീ അജി തോക്കുളാകം, ശ്രീ രമേശമ്മ ഉള്ളൂർ ഗ്രാമം, ശ്രീ മയൂരാനന്ദൻ മാധവി മന്ദിരം കുളവരമ്പ്, ശ്രീ ഗിരീഷ് മഹാദേവൻ ശ്രീകണ്ഠേശ്വരം ദേവസ്വം എന്നിവർ എല്ലാവരും, മധു MS ബിൽഡിംഗ് ഉള്ളൂർ, എല്ലാവരും ഈ 3 അഗ്നികാവടി ഭക്തന്മാർക്കും വളരെ ഭംഗിയായി ഭക്തിസാന്ദ്രമായി അഗ്നി വിളയാട്ടം നടത്തുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അജയ് സ്വാമിയും അനന്തു സ്വാമിയും അനൂപ് സ്വാമിയും അഗ്നിപ്രവേശം നടത്തുമ്പോൾ ഹരഹരോ വിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിവിടെ മൈക്കിലൂടെ ആ വിളി വിളിച്ചു തരും. എല്ലാവരും ഒരേ സ്വരത്തിൽ, ഒരേ മനസ്സിൽ, ഒരേ ചിന്തയിൽ കേട്ടു പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേക അറിയിപ്പ്, അഗ്നികുണ്ഡത്തിലേക്കുള്ള പ്രവേശന കവാടവും പ്രവേശന പാതയുമുണ്ട്. അവർ കടന്നു വരുമ്പോൾ അവിടെ ഒരു വലിയ തിക്കും തിരക്കും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വോളണ്ടിയേഴ്സ് ആ വഴി ഒരുക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രം സ്റ്റേജിൽ ഇപ്പൊ തന്നെ വളരെ തിരക്ക് കൂടി. ഇനി ആരോഗ്യപ്പെട്ട് കയറിയാലത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി കഴിയുന്നത് ആരും വരണ്ട. അതുകൊണ്ട് വരുന്നവര് ദയവേത് മുൻവശത്തിരിക്കുന്നവർ ഇരിക്കണം. വലിയ വെയിലും ഇല്ലല്ലോ, ഇരുന്നാലും എല്ലാവർക്കും കാണാം. ബാരിക്കേഡിൽ ആരും തന്നെ സമ്മർദ്ദം ചെലുത്തരുത്. ആരും അവിടെ നിൽക്കുകയും ചെയ്യരുത്. എല്ലാവരും ഇരിക്കണം. അഗ്നിശമന സേന പ്രവർത്തകരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സേവന സന്നദ്ധരായ ഉദ്യോഗസ്ഥന്മാരും ക്ഷേത്രം വോളണ്ടിയർമാരും നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ദയവ് ചെയ്ത് അനുസരിക്കുക. അവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. സുരക്ഷിതത്വം, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ് അവർ പല കാര്യങ്ങളും നിർബന്ധിച്ച് പറയുന്നത്. അത് ദയവായി ശിരസ വഹിക്കുക. ദേവാമൃതം വിവാഹ മണ്ഡപത്തിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ലോറി എടുത്ത് മാറ്റേണ്ടതാണ്. അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് ഒരു അറിയിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ലോറിയുടെ ഡ്രൈവർ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ദയവായി ആ വാഹനം എടുത്ത് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ സ്റ്റേജിന്റെ മുകളിൽ കയറി നിൽക്കരുത്. സമീപത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ അപകടകരമായ രീതിയിൽ നിൽക്കരുത്. സുരക്ഷിതമായി നിൽക്കണം. നാഗരാജ ആൽത്തറയിൽ ഒരു കാരണവശാലും കയറി നിൽക്കരുത്. പടിഞ്ഞാറേ ഗോപുരവാതിൽ വഴി അകത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. മരത്തിന്റെ മുന്നിൽ ഭഗവാനെ നമസ്കരിച്ച് ഏത് നിമിഷവും രണ്ടുപേർ ഇറങ്ങിക്കഴിഞ്ഞു. അനൂപും അജയും അനന്തവും ഇറങ്ങിക്കഴിഞ്ഞു. അവർ അഗ്നിക്കാവടി ഭക്തന്മാർക്ക് വേണ്ടി പാതയൊരുക്കുക. ഹരഹരോ വിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമാകട്ടെ. ഹരഹരോ ഹര ഹര
ക്ഷേത്ര കൊടിമരത്തിനടുത്ത് എത്തിക്കഴിഞ്ഞു. അവിടെ സാഷ്ടാംഗ നമസ്കാരം, മനുഷ്യന്റെ 8 അംഗങ്ങളും ഭൂമിയിൽ സ്പർശിച്ചുള്ള നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞ് അവർ ഇപ്പോൾ അഗ്നിത്തറയിൽ എത്തിച്ചേരും. അംഗങ്ങളും ഭൂമിയിൽ സ്പർശിച്ച് മുതിർന്നവരെയും ഭഗവാനെയും ഇതാ അനന്തവും അജയും ഇതാ എത്തിക്കഴിഞ്ഞു. ഹരഹരോ ഹരഹര.
Hare